DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 24 ബുധൻ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തി 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള കരട് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ 2.78 കോടി വോട്ടർമാരിൽ 24.08 ലക്ഷം പേർ പുറത്തായി. എന്യൂമറേഷൻ ഫോം സമർപ്പിച്ചവരിൽ 2002 മുൻ SIR പട്ടികയുമായി കൂട്ടിയിണക്കിയുള്ള വിവരങ്ങൾ നൽകാനാകാതെ പോയ 19.32 ലക്ഷം പേരിൽ ഭൂരിഭാഗവും ഹിയറിംഗിന് ഹാജരാകേണ്ടി വരുമെന്നും വ്യക്തമായി. അതത് നിയമസഭാ മണ്ഡലത്തിലെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ വിവരങ്ങൾ പരിശോധിച്ചാകും നടപടി സ്വീകരിക്കുകയെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഹിയറിംഗിൽ ഹാജരാകേണ്ടവർക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാർ വീട്ടിലെത്തി നോട്ടീസ് നൽകും. തൃപ്തികരമായ വിശദീകരണവും രേഖകളുമായാണ് ഹാജരാകുന്നതെങ്കിൽ അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്തും. ഇന്നു മുതൽ ഫെബ്രുവരി 14 വരെയാകും ഇതിനുള്ള നടപടികൾ. ഹിയറിംഗിന് ശേഷം ഒഴിവാക്കപ്പെട്ടവർക്ക് 15 ദിവസത്തിനകം കളക്ടർക്ക് 1ാം അപ്പീലും ഇതിലും ഉത്തരവ് പ്രതികൂലമാണെങ്കിൽ 30 ദിവസത്തിനകം COയ്ക്ക് 2ാം അപ്പീലും നൽകാം. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കും. കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരിൽ വോട്ടർമാരാകാൻ യോഗ്യരായവരുണ്ടെങ്കിൽ പുതിയ അപേക്ഷകൾ സമർപ്പിക്കണമെന്നും CEO നിർദ്ദേശിച്ചു. അടുത്ത അറിയിപ്പ്, തൊഴിൽ കോഡ്, ആണവ മേഖലയിലെ സ്വകാര്യവൽക്കരണം, തൊഴിലുറപ്പ് പദ്ധതിയുടെ രൂപമാറ്റം എന്നിവയിൽ പ്രതിഷേധിച്ച് സംയുക്ത തൊഴിലാളി സംഘടനകൾ ഫെബ്രുവരി 12 രാജ്യവ്യാപക പണിമുടക്ക് നടത്തും. അടുത്ത 9 ഡൽഹിയിൽ നടക്കുന്ന തൊഴിലാളി കൺവെൻഷനിൽ പണിമുടക്ക് തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം നടക്കുന്ന വേളയിലാണ് പ്രതിഷേധം. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് 1 ലക്ഷം കടന്ന സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ചുള്ള കുതിപ്പ് തുടരുകയാണ്. ഇന്ന് പവന് 280 രൂപയാണ് വർദ്ധിച്ചത്. 1,01,880 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 35 രൂപയാണ് വർദ്ധിച്ചത്. 12,735 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഇന്നലെയാണ് സ്വർണ്ണവില ആദ്യമായി 1 ലക്ഷം കടന്നത്. പണിക്കൂലിയും നികുതിയും കൂടി ചേരുമ്പോൾ വില ഇനിയും ഉയരും. അടുത്തറിയിപ്പ്, ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര NPS നീല, NPNS വെള്ള റേഷൻ കാർഡുകൾ മുൻഗണന PHH പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി ഡിസംബർ 31 വരെയാണുള്ളത്. അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഡിസംബർ 31 വൈകിട്ട് 5 മണി വരെ സമർപ്പിക്കാവുന്നതാണ്. ഇനി കേവലം 7 ദിവസങ്ങൾ മാത്രമാണുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷനും ആനുകൂല്യങ്ങളുമൊക്കെ ലഭിക്കുന്നതിന് BPL കാർഡ് അനിവാര്യമാണ്. അതിനാൽ അർഹതയുള്ള നീലവെള്ള കാർഡുകാർ ഡിസംബർ 31 മുൻപായി തന്നെ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.